ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നീലിമ കൊടുക്കാനുള്ള പൈസ ശ്രുതിക്കും സുധിക്കും നൽകുകയാണ്. അങ്ങനെ ശ്രുതിയും ആ പൈസയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അത് ബാങ്കിലാണ് കിടക്കുന്നത്, ശ്രുതിയുടെ അക്കൗണ്ടിലാണ്. അപ്പൊ അവിടെ വീട്ടിൽ എന്തെങ്കിലും കാരണം പറയണമല്ലോ, അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ അച്ഛൻ അയച്ചു തന്നതാണ് എന്ന് കളവ് പറയുകയാണ്. അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ ഇപ്പോൾ തൽക്കാലം 25 ലക്ഷം അയച്ചു തന്നിട്ടുണ്ട്, ബാക്കി 25 പിന്നെ അയച്ചു തരും എന്നും കൂടി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ സച്ചി എടുത്തഴിക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, അച്ഛന് കിട്ടാനുള്ള 50 ലക്ഷം എന്തായാലും ഇവരുടെ കയ്യിലുണ്ട്, അത് അച്ഛന് കൊടുക്കണം എന്ന് പറയുകയാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്നാണല്ലോ അന്ന് പണം ശ്രുതി കൊണ്ടുപോയത്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെയും മുഖം ആകെ ചുളുങ്ങി പോവുകയാണ്. എന്തായാലും സച്ചി അങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടല്ല അച്ഛൻ പൈസ അയച്ചത്, ശ്രുതിക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാനാണ്. ശ്രുതിക്ക് ബിസിനസ് തുടങ്ങി അതിൽ നിന്ന് ലാഭം കിട്ടുമ്പോൾ അച്ഛന് അതിൽ നിന്ന് പൈസ തരാലോ എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു കണ്ടീഷൻ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. സച്ചിക്ക് ചെറിയ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും അത് ഓക്കെ പറയുകയാണ്. അച്ഛനടക്കം രവീന്ദ്രനടക്കം എല്ലാവരും ഓക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്ത് ബിസിനസ്സാണ് നീ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഇനി വേണം തീരുമാനിക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ബിസിനസ് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും, പക്ഷെ പൈസയ്ക്കാണല്ലോ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുക. ഇവിടെ ശ്രുതിക്ക് പൈസ കിട്ടിയിട്ട് പോലും എന്ത് ബിസിനസ് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നുണ്ട്. എന്തായാലും അതിനുശേഷം നമ്മുടെ പൈസ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ശ്രുതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു PA ഉണ്ടല്ലോ, ആ PAക്ക് ഇതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ ആവശ്യങ്ങൾക്ക് അവൻ ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുമ്പോൾ അവളുടെ ആവശ്യങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് പൈസ ശ്രുതിയോട് ചോദിച്ചിട്ട് ശ്രുതി അതിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് അത് നമ്മുടെ സച്ചി കാരണം തന്നെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വേറൊന്നുമല്ല. നമ്മുടെ സച്ചിക്ക് പരിചയമുള്ള ഒരു വലിയൊരു ഷോപ്പുണ്ട്, നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ എല്ലാ ഐറ്റംസും അവിടെയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഷോപ്പ്, വലിയൊരു ഷോപ്പാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇത്തിരി പ്രായമായി, പിന്നെ തന്നെയല്ല അദ്ദേഹത്തിന്റെ മക്കളോടൊപ്പം വിദേശത്തേക്ക് പോവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ആരെങ്കിലും പറ്റിയവർ വല്ലവരും ഉണ്ടെങ്കിൽ മോൻ പറയണമെന്ന് സച്ചിയോട് ആവശ്യപ്പെടുകയാണ് ആ കടയുടെ ഓണർ. അപ്പോൾ സച്ചിക്ക് പെട്ടെന്ന് ശ്രുതിയുടെ കാര്യമാണ് ഓർത്തത്. എത്രയായാലും സ്വന്തം ചേട്ടനാണല്ലോ, അപ്പോൾ അവന്റെ കാര്യമാണ് ഓർത്തത്. അപ്പൊ എത്ര ലക്ഷം രൂപ വരുമെന്നൊന്നും സച്ചിക്ക് അറിയില്ല. അപ്പൊ എൻ്റെ അടുക്കൽ ഒരാളുണ്ട്, അയാൾക്ക് കൊടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വില കൊണ്ടാവുകയാണെങ്കിൽ കൊടുക്കാം, പിന്നെ ഫുൾ എമൗണ്ട് ഒന്നും തരേണ്ട ആവശ്യമില്ല, തന്നെയല്ല ഇത് ബാലൻസ് ലീസിനാണ്, അതായത് ബാക്കി പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി, അത് ഫുൾ എമൗണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു രീതിയിലുള്ളൊരു ഇതാണ് ആ ഒരു കടയ്ക്കുള്ളത്. ബാക്കി അവരുടെ ബാധ്യത മുഴുവനും ഇവരുടെ പേരിൽ എഴുതി വെക്കും, അപ്പോൾ ബാലൻസ് എമൗണ്ട് അടച്ചാൽ മതി, അങ്ങനെയുള്ള രീതിയിലാണ് ശരിക്കും. അപ്പോൾ അതൊക്കെ സച്ചി നേരെ ചെന്ന് വേഗം ശ്രുതിയോട് വിവരം പറയുകയാണ്. ശ്രുതിയോട് പറയുന്നുണ്ട്, എല്ലാവരും റെഡി ആയിട്ട് വായോ, നമുക്ക് ആ ഷോപ്പ് ഒന്ന് സന്ദർശിക്കാം എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും ആ ഒരു ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് സച്ചി പോവുകയാണ്. അപ്പൊ ശ്രുതിക്കും അതിൽ വലിയ ഒരു താല്പര്യവുമില്ല, കാരണം സച്ചി കൊണ്ടുവന്നതല്ലേ, എന്തെങ്കിലും പെട്ടിക്കടയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പുച്ഛിക്കൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും സച്ചിയുടെ വാക്ക് പിന്നെ തള്ളണ്ട എന്ന് വിചാരിച്ച് പോകുമ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയുടെ കണ്ണ് തള്ളിപ്പോവാണ്. ഇത്രയും വലിയ ഷോപ്പോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ അസുഖം കൊണ്ടൊക്കെ പിന്നെ വിദേശത്തേക്ക് മക്കളുടെ അരികിലേക്ക് പോകുന്നത് കൊണ്ട് തരുന്നതാണ്, നിന്റെ കയ്യിൽ അത് കിട്ടി അത് നശിപ്പിക്കാതിരുന്നാൽ മതി, നല്ല രീതിയിൽ നീ അത് കൊണ്ടുപോയാൽ മതി, അത്യാവശ്യം നല്ല കച്ചവടക്കുള്ള കടയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശ്രുതി വേഗം ചെന്ന് ആ ഒരു ഓണറുടെ, അതായത് ആ കാഷ്യർ ഉണ്ടല്ലോ, ആ ഒരു സീറ്റിൽ ചെന്ന് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ഇരിക്കുകയാണ്. അപ്പൊ എല്ലാവരും കണ്ണും തള്ളി നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ഓണറും വന്നിട്ട് ചോദിക്കണം, ഇത് ആരാ, ഇതെന്തിനു ഇതിലിരിക്കണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ സച്ചിയെ കാണുന്നുണ്ട്. മോനെ സച്ചി നീയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ, ഇത് എൻ്റെ ജ്യേഷ്ഠനാണ്, ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട ചോദിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി സച്ചി കാരണം തന്നെ ശ്രുതി ആ ഒരു കട എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചിയെയും രേവതിയെയും അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ് ശ്രുതി ചെയ്യുന്നത്. വേറൊന്നല്ല, ഇതൊക്കെ ഞങ്ങളുടെ കാര്യമാണ്, നിങ്ങൾ എന്തിനാ ഇതിൽ സംസാരിക്കാൻ ഇടപെടാനൊന്നും വരണ്ട എന്ന് പറഞ്ഞ്
ഒരു വഴി കാണിച്ചു കൊടുത്ത സച്ചിയെ തന്നെ അകറ്റി നിർത്തിയിട്ട് ഒരു പുറന്തള്ളപ്പെടുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട് അവർ ഓണറും ശ്രുതിയും സുധിയും കൂടി സംസാരിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ട്. ഈ ഷോപ്പ് സുധി തന്നെ എടുക്കുകയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. സച്ചി കാരണമാണ് ഇതൊന്ന് കിട്ടിയത് എന്നുള്ള ഒരു നന്ദി പ്രകടനം പോലും അവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ സച്ചിക്ക് കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അങ്ങനെ ഒരു എപ്പിസോഡിനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.